ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു അങ്ങനെ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യണം, അതുപോലെ വീഡിയോസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനലിൻ്റെ പേര് എയർ പാലക്കാടൻ ഫാമിലി എന്നാണ്. അപ്പോൾ നേരത്തെ എൻ്റെ ചാനലിൻ്റെ പേര് ഇതായിരുന്നില്ല, BTS 7 ബട്ടർഫ്ലൈസ് എന്നായിരുന്നു കേട്ടോ. അതൊരു 2 വർഷം മുമ്പാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് BTSനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, BTSൻ്റെ വീഡിയോസ്, അതായത് ജസ്റ്റ് ഫണ്ടപ്പ് പോലെ അല്ലെങ്കിൽ FF പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും അറിയില്ല, എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടായിരുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, കുറച്ചൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഒരുപാടായിട്ട് തിരക്കായി പോയി. പിന്നെ എനിക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അത് അങ്ങനെ നിർത്തി വെച്ചു. പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മാരേജൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ചെയ്യാം, എൻ്റെ യൂട്യൂബൊക്കെ ഒന്നും കൂടി എടുത്തിട്ട് പിന്നെ ഞാൻ BTSൻ്റെ തന്നെ അങ്ങനെ ചെയ്തു. അപ്പോൾ ചെയ്തിട്ട് അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്നാൽ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട്, കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പം ഞാൻ കുറേ എൻ്റെ യൂട്യൂബ് ചാനലും വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും നമുക്ക് ഇതേപോലെ ചെയ്താലോ എന്നിട്ട്. പക്ഷെ എനിക്കൊന്നും അറിയില്ല എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോപ്പറായിട്ട്. നമുക്ക് അങ്ങനത്തെ ക്യാമറയോ സംഭവങ്ങളോ ഒന്നുമില്ല കയ്യിൽ, സാധാ ഫോണാണ്. അപ്പം എന്നാലും എനിക്കൊരു ആഗ്രഹം ചെയ്യാനായിട്ട് വീഡിയോസൊക്കെ എടുക്കണം എന്നൊരു ആഗ്രഹം. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നിനക്ക് താല്പര്യമാണെങ്കിൽ നീ ചെയ്തോ, നിനക്ക് അതിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ അങ്ങനെ സെർച്ച് ചെയ്ത്, ഏകദേശം ഒന്നും അറിയില്ല എന്നാലും ചെറുതായിട്ടൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ശേഖരിച്ച് വെച്ചൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും തുടങ്ങാം, വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ അമ്പലത്തേക്കൊക്കെ ഒന്ന് പോയി. എന്തായാലും വീഡിയോ ഒക്കെ എടുക്കാൻ പോകല്ല, അപ്പം ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയപ്പോൾ അവിടുത്തെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, അമ്പലത്തിൻ്റെ ഏരിയ ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വായോ, എന്നിട്ട് ബാക്കി പറയാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ശംഭുശാല ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ തേങ്കുറിച്ചി പഞ്ചായത്തിലെ മഞ്ഞുള്ളൂർ എന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനും മഹാവിഷ്ണുവാണ്. അതുകൂടാതെ ഗണപതിയും അയ്യപ്പനും മുരുകനും നാഗദൈവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി നീങ്ങിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത്. നല്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, മഴക്കാറൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങോട്ട് നീങ്ങിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതാണ്ടോ മഴക്കാറ് ചെറുതായിട്ടുണ്ട്. ഈ ഇടത്തെ വശത്ത് കാണുന്നതാണ് അയ്യപ്പൻ്റെ പ്രതിഷ്ഠ, അപ്പുറത്തായിട്ട് നാഗദൈവങ്ങളുണ്ട് കേട്ടോ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ നല്ല മഴക്കാറുണ്ടെന്ന്. ഇത് ഊട്ടുപുരയുണ്ട്. ഈ ഊട്ടുപുരൻ്റെ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അങ്ങോട്ടൊക്കെ പോയി എടുക്കാമെന്ന് വിചാരിച്ചതാണ് വീഡിയോ, അപ്പോഴേക്കും മഴയൊക്കെ ചാറാൻ തുടങ്ങിയ കാരണം അവിടെ ഒന്നും പോയി എടുക്കാൻ പറ്റില്ല. ഇവിടെയാണ് ശിവൻ്റെ പ്രതിഷ്ഠ. അതുപോലെ ഇപ്പുറത്തെ വലതുവശത്ത് കാണുന്നതാണ് മുരുകൻ്റെ പ്രതിഷ്ഠ കേട്ടോ. അതിൻ്റെ അപ്പുറത്തായിട്ട് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ്. അവിടെ ഇപ്പോൾ പൂജ നടക്കുകയാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് അവിടെ പോയിരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ പൂജ നടക്കുകയല്ലേ. എന്നിട്ട് മഴയും ചെറുതായിട്ട് ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പാടങ്ങളാണ് കേട്ടോ, ചുറ്റും പാടങ്ങളാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ചുറ്റുപാടങ്ങളുടെ ആ നടുക്കായിട്ടാണ് നമ്മുടെ ശിവക്ഷേത്രം ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. ചുറ്റും പച്ചപ്പ്, അതിൻ്റെ നടുക്ക് നമ്മുടെ അമ്പലം. ഇത് ഊട്ടുപുരയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കണ്ട നല്ല മഴക്കാറും ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല മഴക്കാറുണ്ട്. എപ്പോഴാണ് മഴ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു മഴ ഇപ്പോൾ വരും. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ശിവക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് നാളായിട്ടില്ല കേട്ടോ. വിഷ്ണുവിൻ്റെ കഴിഞ്ഞിട്ടൊരു 5-6 വർഷമായിട്ടുണ്ട് പ്രതിഷ്ഠ കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഈ ശിവക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കണ്ടിട്ടൊരു 3-4 മാസമായിട്ടുള്ളൂ. അതായത് പഴയ ശിവക്ഷേത്രത്തിനെ പൊളിച്ചിട്ട് പുനഃപ്രതിഷ്ഠ നടത്തിയതാണ് ഇപ്പോൾ. നല്ല രീതിയിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നല്ലപോലെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ്ട ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് പാടങ്ങളാണ്. ഞങ്ങൾ ആ വഴി കൂടെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ വീടായി. ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോവാട്ടോ. കുറച്ചും കൂടി ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ നല്ല മഴ വന്നു, നല്ലൊരു മഴ തന്നെ വന്നു. പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. വേണ്ടോ, ചുറ്റും പാടാണ്, ഇവിടെയൊക്കെ പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാടത്തു കൂടെ ഇങ്ങനെ വരുമ്പോൾ കൂടെ ഇങ്ങനെ പോവുകയാണ്.
മഴക്കാറുണ്ട്. ഞങ്ങളൊന്നും കുടയൊന്നും എടുത്തിട്ടില്ല. വരുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ കുടയൊന്നും എടുത്തില്ല. പെട്ടെന്ന് വന്നതുകൊണ്ട് കുടയൊന്നും എടുത്തില്ല. പിന്നെ ഈ വരമ്പ് കൂടെ പോകാന്ന് പറഞ്ഞതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് അവിടെയൊക്കെ കണ്ട ഈ പന്നിയും സംഭവങ്ങളൊക്കെ കുത്തിയിട്ട് ആകെ വരമ്പൊക്കെ നാശമായി കിടക്കുക. ഒന്നാമത് ഇപ്പോൾ മഴ പെയ്ത കാരണം ഇത് കൂടെ നടക്കുമ്പോൾ തന്നെ വീഴാൻ പോവാണ്. അപ്പോൾ പിന്നെ ഒറ്റങ്ങൾ ഇതാക്കും പറയും വേണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇവിടെ എല്ലാം നെൽകൃഷിൻ്റെ ഇതൊക്കെ ഇപ്പോൾ ആക്കിയിട്ടാണ്. അപ്പോൾ മഴ പെയ്ത കാരണം ഇപ്പോൾ നല്ല വെള്ളമൊക്കെ ആയിട്ടുണ്ട് പാടത്തൊക്കെ. ഇവിടെ ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ ഞാറ് നട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിലാണെങ്കിൽ കൂർക്ക നട്ടിട്ടുണ്ട്. ഇപ്പോൾ കൂർക്കയുടെ സീസണല്ല, അപ്പം കൂർക്ക കൃഷി ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. ഏക്കർ കണക്കിന് കൂർക്ക കൃഷി ഉണ്ട്. എൻ്റെ അപ്പുറത്തൊക്കെ ഞാറ് നട്ടിട്ടുണ്ട്. ഇവിടെ കണ്ട, ഇവിടെ ഫുള്ള് കൂർക്കയാണ്. കൂർക്ക കൃഷിയാണ് ഇവിടെ ഫുള്ളായിട്ട്. എന്ത് രസമല്ലേ കാണാനായിട്ട്, ആകെ ഒരു പച്ചപ്പ്. ഇനി കുറച്ചും കൂടി പോകണം കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട്. വരമ്പൊക്കെ കണ്ട, നേരെ നടക്കാൻ പോലും പറ്റുന്നില്ല നമുക്ക്. വരമ്പൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടേ തീരെ നടക്കാനുള്ള സ്പേസ് ഇല്ല. പോരാത്തതിന് ഇപ്പോൾ മഴയും പെയ്തൊക്കെയല്ലേ. ഇതേന വീണ്ടും മഴക്കാറ് വന്നു. ഇപ്പോൾ അതേ ഒരു മഴ പെയ്ത് തോർന്നുള്ളൂ. ഇപ്പോൾ അടുത്ത മഴയ്ക്കുള്ള മഴക്കാറ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കൂർക്കൻ്റെ സീസണാണ് ഇപ്പോൾ എന്ന് പറഞ്ഞില്ലേ. ഇവിടെ നിറച്ച് കൂർക്കയുടെ കൃഷിയാണ്. ഇവിടെ ഫുള്ള് കൂർക്കയാണ്. ഇപ്പുറത്ത് കാണുന്നത് എന്തുട്ടാ ഞാറ് നട്ടക്കണതല്ല കേട്ടോ. അത് അവിടെ ഇനി ചെയ്യണം. ഇവിടെ ഇപ്പോൾ ആകെ കളയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇനി അവിടെ ചെയ്യണം. ഇതാ കണ്ട, ഇവിടെയൊക്കെ കൂർക്കയാണ്. കൂർക്കയുടെ വലിയൊരു കൃഷിൻ്റെ തന്നെ കാണണം. ഇവിടെയൊക്കെ ഇനി ശരിയാക്കണം. ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ഈ വരമ്പിലൊക്കെ നിറച്ച് പുല്ല് മൂടി കിടക്കുക. എന്തേനാ അവിടെ ട്രാക്ടർ പൂട്ടാണ്. പാടത്ത് പൂട്ടാണ് ഇപ്പോൾ ഞാറ് നടാനായിട്ടേ. ഇതൊന്നും ഇപ്പോൾ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. എന്നാലും ഞാൻ അങ്ങനെ പറയുകയാണ്. ട്രാക്ടർ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. പോരാത്തതിന് കൊക്കുകളുണ്ട് കൂടെ. അവർ അങ്ങോട്ട് പറന്ന് ഇങ്ങോട്ട് പറന്ന് ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. ഇപ്പുറത്തൊരു കൂർക്കപ്പാടുണ്ട്. കണ്ട എന്തോരം പുല്ലാന്നറിയാം പൊത്തി നിൽക്കണത്. അച്ച പുല്ലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പോരാത്തിന് മുള്ളുകളൊക്കെ ഉണ്ടാവും. മുള്ളു ചെടിയൊക്കെ തൊട്ടാവാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ കാലിൽ കൂടെ അങ്ങനെ വലിക്കും. ഇവിടെ അധികം ആൾക്കാരൊന്നും ഈ വഴി വരാറില്ല. അമ്പലത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ എല്ലാവരും മറ്റേ റോട്ടിൽ കൂടെ പോവുള്ളൂ. ഞങ്ങളെന്നാലും വഴി തന്നെ പോവാം കേട്ടോ. നമുക്ക് കൂടുതലും ഇങ്ങനെ വരമ്പത്ത് കൂടെ നടന്നു പോകാൻ ഇഷ്ടം. അതേ വരുന്നു ഞാൻ പെട്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടൻ വീഡിയോ എടുക്കണത്. മീൻസ് ഇങ്ങോട്ട് തിരിഞ്ഞ് വെക്കണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരവിടെ തകൃതിയായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവിടെയൊക്കെ കാട്, വലിയ കാടൊന്നുമല്ല, ചെറിയ കാടുകൾ. നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നും വലിയ കാടാണെന്നൊക്കെ തോന്നണതാണ്. അതുപോലെ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പറമ്പ് കടന്നാൽ പിന്നെ റോഡായി. കുറച്ചുള്ളൂ പോകാനായിട്ട്. ഇവിടെയൊക്കെ കൂർക്കുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഈ ട്രാക്ടർ ഇത് കൂടെ ഇറങ്ങിയിട്ട് അവിടുത്തെ കൂർക്കൊക്കെ ചതഞ്ഞു പോയി. അത് കൂടെ ഇറക്കിയിട്ടേ ട്രാക്ടർ ഇറക്കിയപ്പോൾ ആകെ അവിടുത്തെ കൂർക്കൊക്കെ പോയി. കണ്ട ഇറക്കിയ പാട് കണ്ട. മഴയൊക്കെ പെയ്ത് ആകെ സൂപ്പറായിട്ടപ്പോൾ കിടക്കണം. ഈ കയറ്റം അങ്ങോട്ട് കയറി അത് കൂടെ പോയിട്ടുണ്ടെങ്കിൽ എത്താറായിട്ട്. അപ്പോൾ പുല്ലാണ്. ഇതാ അടുത്ത കൂർക്കപ്പാടം ഉണ്ട്. ഇവിടെ കൂടുതലിപ്പോൾ കൂർക്കയാണ് ഉള്ളത്. കൂർക്ക സീസണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ കൂർക്കയാണ്. നല്ല മഴക്കാറുണ്ട്. ഭാഗ്യം ഇതുവരെ പെയ്തിട്ടില്ല മഴ. എന്നാൽ പിന്നെ വീഡിയോ എടുക്കലൊക്കെ ഇപ്പോൾ സൂപ്പറായേനെ.
ഇവിടെ ഒരു വലിയ ചാലുണ്ട്. ചാലിൽ കൂടെ ഇറക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ പാടത്തു കൂടെ ഇറങ്ങിയിട്ടാണ് വന്നത്. ഇവിടെ അപ്പോൾ ഈ വരമ്പ് വെട്ടിയ കാരണേ ഇപ്പം മഴയും ചാറിയില്ല. അപ്പോൾ നല്ല വഴുക്കലുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് വഴുക്കി വീഴാൻ പോയി. ഭാഗ്യത്തിന് ഏട്ടനത് കണ്ടില്ല. കണ്ടതാണെങ്കിൽ ഇപ്പോൾ അതും വീഡിയോ എടുത്തേനെ. അപ്പോൾ എത്താറായിട്ടുണ്ട്. ഈ ഒരു കയറ്റം കയറി ആ വഴി അങ്ങോട്ട് പോയാൽ പിന്നെ പറമ്പാണ്. ആ പറമ്പ് കൂടെ അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ റോഡായി. അങ്ങനെ അതെ വീണ്ടും ഞാൻ വരുന്നു. കുണിയും വരുന്നുണ്ട്. ഇത് അവിടെയാണ് കേട്ടോ അമ്പലം, നമ്മുടെ ശിവക്ഷേത്രം അവിടെയാണ്. അപ്പം അത്ര ദൂരത്തു നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് എത്തിയത്. നല്ല ദൂരമുണ്ട്, അത്യാവശ്യം ദൂരമുണ്ട് പോകാനായിട്ട്. എന്നാലും അങ്ങനെ അത് കൂടെ അങ്ങനെ പോകുമ്പോൾ ഒന്നും അറിയില്ല. അത് കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പറമ്പ വലിയ കാടൊന്നും അല്ല കേട്ടോ, ചെറുതായിട്ട് തോന്നണതാണ് കാടൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അമ്പലമൊക്കെ കണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ അമ്പലമൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് അമ്പലവും അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ അമ്പലം പാടങ്ങളുടെ ഒക്കെ നടുക്കായിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഉള്ളത്. ചുറ്റും പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് നല്ല രസമാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ. പൊതുവെ നമുക്ക് എല്ലാവർക്കും അമ്പലത്തിലൊക്കെ ഒന്ന് പോകുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കില്ല. അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഒരു നമുക്ക് എന്താ പറയുക, മനസ്സിനൊരു സമാധാനം കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് കേട്ടോ. ഞങ്ങൾ ടൈം കിട്ടുമ്പോഴൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ അടുത്ത് തന്നെയാണ് അമ്പലം, അപ്പോൾ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് പൊതുവെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ അവിടെ ഒന്ന് ഇരിക്കണ സമയത്ത് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടാൻ കേട്ടോ. നമുക്ക് എത്ര വിഷമം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ പോയി ഒന്ന് ഇരിക്കുമ്പോൾ നമുക്കൊന്ന് അതൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനായിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കാൻ പോവല്ലോ, അപ്പോൾ പിന്നെ അമ്പലത്തിലൊക്കെ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ. അതുപോലെ ഒന്ന് ഷെയർ ചെയ്തോളാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ.